Sa re re mama papa re re mama papa ni ni mama papa ni ni sa 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 ni da pa ma ga re ma pa pa mama pa pa ma pa da ni da pa ma ga re ga sa re ma pa. മനോഹരമായ സ്വപ്നങ്ങൾ കണ്ട് ഉറക്കമുണർന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ലേ, ഉറക്കമുണർന്നത് കഷ്ടമായിപ്പോയി, കുറച്ചുകൂടി സ്വപ്നം കണ്ടുറങ്ങാമായിരുന്നു. അങ്ങനെയൊരു സ്വപ്ന ലോകം നേരെ മുമ്പിൽ കണ്ടതിൻ്റെ സന്തോഷമാണ് ജിനോയ്ക്കും മോൾക്കും, കൂടെ ഞങ്ങൾക്കും. നിങ്ങളെയും കൂടെ ആ സ്വപ്ന ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ലിവർപൂൾ ബേബിട്രി പാർക്കിലെ ചെറി ബ്ലോസം വസന്തകാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് കണ്ണിനടുക്കി പിടിക്കാൻ പറ്റാത്ത പോലെ ഒഴുകിപ്പോകുന്ന സൗന്ദര്യം. ജപ്പാനിൽ ഇതിനെ സക്കൂറ എന്ന് വിളിക്കും. അങ്ങനെയല്ല പറയുന്നതെങ്കിൽ ജപ്പാൻകാരും പിണങ്ങല്ലേ. കാര്യം അതീവ സുന്ദരിയൊക്കെ ആണെങ്കിലും വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ ഇത് പൊഴിഞ്ഞു പോകും. നല്ലൊരു സംശയമുണ്ട്, ചങ്ങമ്പുഴ ഇതിൻ്റെ അടിയിലെങ്ങാനും വന്നിരുന്നിട്ടാണോ ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ തുരുതുര പൂമഴയായി പിന്നെ എന്ന് എഴുതിയതൊന്നും. ഈ സുന്ദരികളുടെ അൽപായുസ് ജപ്പാൻ സംസ്കാരത്തിൽ സൗന്ദര്യത്തിൻ്റെയും ജീവിതത്തിൻ്റെ നൈമിഷികതയുടെയും ചിഹ്നമായിട്ടാണ് കരുതപ്പെടുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരികയും വളരെ പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഈ സുന്ദര പൂക്കൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജീവിതത്തിൽ സൗന്ദര്യമോ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയോ ഒന്നും സ്ഥായിയല്ല. ശക്തമായ വേരുകളുണ്ടെങ്കിൽ എല്ലാം തിരിച്ചു വരും. പക്ഷേ ഉള്ള സമയം നന്നായി ആസ്വദിക്കുക. ചില വെറൈറ്റിയുടെ ഇലയും പൂവും പിക്കിളും ചീയും ഡെസേർട്ടും ഒക്കെയായി ഉപയോഗിക്കാറുണ്ട് ജപ്പാനിൽ. പക്ഷേ അലർജി ഉള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ. ചെറി ബ്ലോസം വെള്ള, ലൈറ്റ് പിങ്ക്, പിങ്ക്, ഇരുണ്ട പിങ്ക്, അതേപോലെ തന്നെ സിംഗിൾ പെറ്റൽ, ഡബിൾ പെറ്റൽ, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് റോസ് ഫാമിലിയിൽ പെട്ടതാണ്. 100-ലധികം വ്യത്യസ്ത ചെറി ബ്ലോസം ട്രീസ് ലോകത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഗാർഡനിലും ഉണ്ട് ഒരു കുഞ്ഞൻ ചെറി ബ്ലോസം കേട്ടോ. ഒരു ചെറി ബ്ലോസം ട്രീ മാക്സിമം 40 മുതൽ 50 വർഷം വരെ ആയുസുള്ളൂ. അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷം വന്നതിൽ നിന്നും കുറേ മരങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് അവർ വേറെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയം വലിയ തിരക്കൊന്നുമില്ലാതിരുന്നത് കൊണ്ട് ആസ്വദിച്ച് അർമാദിച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇനി ഈ സൗന്ദര്യം കാണാൻ 1 വർഷത്തെ കാത്തിരിക്കും. അപ്പോൾ ഇവർ നമ്മളോട് പറയുന്നത് പോലെ ജീവിതം ക്ഷണികമാണ്, ആസ്വദിക്കാം ഓരോ നിമിഷവും സന്തോഷത്തോടെ. അതേപോലെ ഇപ്പോഴുള്ള നമ്മളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ സ്ഥായിയുമല്ല.